സമല ഇന്ന് നമ്മൾ ഉണ്ടാക്കിയത് കൊണ്ടാട്ടം ഫ്രൈഡ് ചിക്കൻ. എല്ലാവരും ഫ്രൈഡ് ചിക്കൻ ഇത് നമ്മളൊരു വെറൈറ്റി കൊണ്ടാട്ടം ഫ്രൈഡ് ചിക്കൻ. ഇതിന്റെ റെസിപ്പിയാണ് നമ്മളിന്ന് വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത്. കുറച്ച് ഇഞ്ചി, കുറച്ച് വെളുത്തുള്ളി, പച്ചമുളക് ചതച്ചത്, വെള്ളം, ആവശ്യത്തിന് വെള്ളം. കൊണ്ടാട്ട മുളകായിട്ടുള്ള ഫ്രൈഡ് ചിക്കൻ ആണ്. സിമ്പിൾ ആയിട്ട് വെറൈറ്റി. ഇതൊന്നും ഉണ്ടാക്കി വെക്കും വീട്ടിൽ, എല്ലാവർക്കും ഉണ്ടാക്കാം. സിമ്പിൾ ആയിട്ട്, വലിയ ചെലവുകളൊന്നും, ചെറിയ കോശം, നല്ല എരുണ്ടാവും. സ്പൈസി ആയിക്കാറ് കുട്ടികൾക്ക് ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, അതിനനുസരിച്ച് എരി കുറച്ചാൽ മതി. നല്ല എരിയ കരട്ടാ. ആവശ്യത്തിന് ഉപ്പ്, സ്കിന്നിലെ പോയേട്ടാ. ഇതൊരു ക്രിക്കറ്റ് അവിടെ ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കല്ലേ ഇങ്ങനെ. ചിലവരൊക്കെ പറയും നമ്മൾ ബ്രോസ്റ്റ് പൊടിയുമ്പോൾ ഉപ്പിടുമ്പോൾ അജീനാണ്. ഇത് അജീനല്ല, ഇത് ബ്രോസ്റ്റിന്റെ ഒരു ഇതാണ്. ഇത് പൊടിയാണ്, ഒരു ഉപ്പിന്റെ ഒരു പൊടിയാണ്. ഓക്കെ, മുമ്പ് നമ്മളൊരു വീഡിയോ കല്യാണ പേര് ഇട്ടപ്പോൾ ബ്രോസ്റ്റിന്റെ വീഡിയോ എടുത്തപ്പോൾ അതിന്റെ കൂടെ ഇത് ബ്രോസ്റ്റിന്റെ പൊടി, കടയിൽ നിന്ന് വാങ്ങേണ്ട ബ്രോസ്റ്റ് പൊടി. അതിന്റെ കൂടെ തന്നെ ഉള്ള മറ്റൊരു ഇൻഗ്രീഡിയൻസ്. അതിന്റെ ഉപ്പ് കണക്കാക്കാനാണ് മറ്റൊരു ഇൻഗ്രീഡിയൻസ്. ഓക്കെ, കോൺഫ്ലവർ പൊടി, മുളക് പൊടി ഇട്ടാ, കുറച്ച് ഒരു റെഡ് കളറിന് മാറിയിട്ടുള്ള ഒരു കളറിലൊരു വേരിയേഷൻ, കുറച്ച് മുളക് പൊടി. നമ്മളെ മെയിൻ ഹൈലൈറ്റ് സാധനം കസ്റ്റഡ്, കൊണ്ടാട്ടം, കോഴിമുട്ട, പാല്. നല്ല മിക്സ് ആക്കട്ടെ. മസാല നല്ല പൊടി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചിക്കൻ വെള്ളം ഊറ്റിയിട്ട് പാലും കോഴിമുട്ടിനാണ് ഒരു 5 മിനിറ്റ് അടുക്ക് എടുത്തത്. ആ പൊടിയൊക്കെ അങ്ങനെ മിക്സ് ചെയ്തല്ലേ? ഒക്കെ മിക്സ് ആക്കി. എണ്ണ ചൂടായി, പാലും കോഴിമുട്ടിലിട്ട സാധനം നമ്മൾ എന്ത് ചെയ്ത് തിരിച്ചാ പൊടിയിലേക്ക് ഇട്ട് അത് നല്ല മസാല പിടിക്കും. കേട്ടാ, മറ്റീൻ്റെ മാറിക്കൊന്നുമില്ല. ഈ പാലിലും കോഴിമുട്ടിലിട്ടാലും തിരിച്ചത് പാലിൽ മുക്കണം. ഇനി ഒന്നും മുക്കണം, നമ്മൾ ആവശ്യം ഇത് കാണും. ജബ്ബറിന് സാധനം ആ ക്രസ്റ്റഡ് ചില്ലി അതിന്റെ മുകളിൽ ഇങ്ങനെ നിൽക്കണ നല്ല രസമുണ്ട്, ഭംഗിയിട്ട്. അതെന്താ അറിയോ, അത് ആ കോഴിമുട്ടിയും പാലും നമ്മൾ കുറച്ച് എടുത്ത് വെച്ചിക്കാണ്ട് മസാല വെച്ചോണ്ട് അല്ലെ കഴിയുമ്പോൾ നിൽക്കൂല. നമ്മൾ ഫ്രൈഡ് ചിക്കൻ റെഡി ആയിട്ടാ. ഇതൊക്കെ കറക്റ്റ് ആയിട്ടുണ്ടാവില്ല. അതിന്റെ കളർ നോക്കാം, ഒരു ഗോൾഡ് കളർ ആയില്ല. ആ മുളക് പൊടി ചേർത്തോണ്ടായിരിക്കും ആ കളർ, ആ ഒരു കളറിലേക്ക് കിട്ടിയല്ലേ. ഓ, എരിവ് എങ്ങനെയുണ്ട്? ആ ഒരു കൊണ്ടാട്ടം അടിപൊളി സാധനം. ഇതൊന്നും ഉണ്ടാക്കും, തീർച്ചയായിട്ടും ഉണ്ടാക്കിയിട്ട് അങ്ങനെ പെരീന്ന് വൈബ്രം കൊണ്ട് ഉണ്ടാക്കി. കാരണം ഞാൻ കഴിച്ചത് ഭയങ്കര, അതിന്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് ആരും പെട്ടെന്ന് ചെറിയ ചെലവ്. ഇനി ആരെങ്കിലും പെരി വിരുന്നേരോ ആരെങ്കിലും ഒക്കെ പെട്ടെന്ന് വന്നാലും 1/2 മണിക്കൂർ ഉണ്ടാക്കണം. പോയി പൊരിച്ചിനെക്കാളും സിമ്പിളാണ്. കൂടുതൽ കാഴ്ച വിശേഷം അടുത്ത വീഡിയോ നമുക്ക് കാണാം.